പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്തേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ കത്തി നിൽക്കുന്ന വിഷയമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മളെ തൃശ്ശൂർക്കാർ ജയിപ്പിച്ചു വിട്ട എന്താ പറയാ കേന്ദ്രമന്ത്രി. ഇപ്പൊ എല്ലാവരുടെയും ചിന്താഗതി സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചു, സുരേഷ് ഗോപിക്ക് എങ്ങനെ ഇത്ര വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി, സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിച്ചു, സുരേഷ് ഗോപി എന്തിന് ജയിക്കണം, അങ്ങനെ 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 ഒരുപാട് ഇതുവരെ ഒരാൾ. ഈ അവസരത്തില് ഞാനും എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ എന്നെ പോലുള്ള നാട്ടിൻപുറത്ത് മനുഷ്യർ ചിന്തിക്കുന്ന കുറച്ച് ചിന്താഗതികൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ. സാധാരണ എല്ലാവരും പറയും ആടിനെ പട്ടിയാക്കാന്ന്. 10 പേര് കൂടിയിട്ട്, അല്ലെങ്കിൽ വെങ്കടങ്ങ കാളെ കൊണ്ട് ആളാക്കാന്ന് പറയും. അതായത് 10 പേര് കൂടിയിട്ട് ഒരാടിനെ കൊണ്ടുപോകുമ്പോൾ അത് പട്ടിയാണെന്ന് 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പട്ടിയായി. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഒരാടിനെ എല്ലാവരും കൂടി ഒരാടിനെ മേടിച്ചോണ്ട് പോകുമ്പോൾ അയ്യോ അതാ പട്ടിയില്ലത്, അത് പട്ടിയാണെന്ന് ഒരു 10 പേര് അമർത്തി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് പട്ടിയായി. അപ്പൊ ഗമേഷ് ഗംഗാധരൻ നമസ്തേ. ആടിനെ പട്ടിയാക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഈ രാഷ്ട്രീയ മേലാളന്മാര്. അവരെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ രാഷ്ട്രീയ മേലാളന്മാരാണ് അവര്. കാരണം രാഷ്ട്രീയം അവർക്ക് മാത്രമേ വഴങ്ങുള്ളൂ, അവർക്ക് മാത്രമേ അതിന്റെ കുപ്പായം പാകാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിന്റെ കുപ്പായം ഒരിക്കലും ഊരാത്ത, ഒരിക്കലും പിന്നെ മാറ്റാൻ പറ്റാത്ത കുപ്പായം തയ്ച്ചിട്ട് നടക്കുന്ന രണ്ട് ടീമാണ്. ഒന്ന് പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ കേരളം ഭരിക്കുന്നതും, മറ്റേത് നട്ടെല്ലില്ലാത്ത വാഴപ്പിണ്ടി നട്ടെല്ലും വെച്ചിട്ട് നടക്കുന്ന വെറും ഒരു എന്താ പറയാ തോന്നിവാസങ്ങളൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ എവിടെ നിന്ന് കോൺഗ്രസ്സുകാരെ ഒരു മുഴുവൻ കയറ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പോയി ആ വീട്ടിൽ ബൽറാം അടക്കം നിങ്ങളൊക്കെ പോയിട്ടൊന്ന് തൂങ്ങി ചാവ്, നാടൊന്ന് ശുദ്ധമാണ്. കോൺഗ്രസ്സുകാരോടാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം വീണ്ടും ഓക്കെ ക്ലിയർ ആയോ? ഇടയ്ക്ക് ഒരു ചെറിയ ഇന്റർനെറ്റ് തടസ്സം വന്നിരുന്നു, സോറി. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പിന്നെ കോൺഗ്രസ്സുകാരോട് എനിക്ക് ഒരു അപേക്ഷയാണ്, റിക്വസ്റ്റ് ആണ്. നിങ്ങളെ ദയവ് ചെയ്തിട്ട് ഞാൻ പറയാം, ഇതുപോലെ തന്തയില്ലായ്മ പറയാനായിട്ട് ഈ കോൺഗ്രസ്സുകാരെ കഴിഞ്ഞിട്ടേ ഭൂമിയിൽ ആരുമുള്ളൂ. നമുക്ക് എല്ലാത്തിനും ഒരു നെറിയും നെറികേടുമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്റർനെറ്റ് പോകുന്നുണ്ട്, എന്താ പ്രശ്നം എന്നുള്ളത് അറിയുന്നില്ല. അപ്പോ ഈ പറയുന്ന ഇന്ന് സുരേഷ് ഗോപിയെ കരിവാരി തേക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതും ഇവരൊക്കെ തന്നെയാണ്. അതായത് കേരളം ഈ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും തീരെഴുതി കൊടുത്ത പോലെയാണ്. കേരളം കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മാത്രമേ പാടുള്ളൂ, അവർക്ക് തീരെഴുതി കൊടുത്ത പോലെയാണ്. വേറൊരു രാഷ്ട്രീയ പാർട്ടി അവിടെ മിണ്ടാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, തുമ്മാൻ പാടില്ല. തുമ്മിക്കഴിഞ്ഞാൽ മേലാളന്മാർക്ക് അപ്പ കുരുപൊട്ടും. ഈ മേലാളന്മാർക്ക് കുഴിപൊട്ടി കഴിഞ്ഞിട്ട് ഈ രാഷ്ട്രീയ കുപ്പായി ഞങ്ങൾക്ക് മാത്രമേ ചേരുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ ഇപ്പോഴത്തെ കാട്ടിക്കൂട്ടല്. ഇപ്പൊ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടി, അതിന്റെ ഭൂരിപക്ഷം പിന്നെ എങ്ങനെ വന്നു, അല്ലെങ്കിൽ കള്ളവോട്ട് വന്നു, അല്ലെങ്കിൽ കള്ളത്തരം ചെയ്തു, അല്ലെങ്കിൽ ഡബിൾ വോട്ടേഴ്സ് ഐ ഡി ഉണ്ടാക്കി, അല്ലെങ്കിൽ അവിടെയും ഇവിടെയും വോട്ട് ചെയ്തു, അങ്ങനെയൊക്കെ തന്നെയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നുണ്ടെങ്കിൽ ശരി, അതൊക്കെ സമ്മതിക്കുന്നു. അതിൽ ടി എൻ പ്രതാപനാണ് പിന്നെ പരാതി കൊടുത്തതെന്നും പറയുന്നുണ്ട്. ഈ ടി എൻ പ്രതാപൻ ആരാണ്? ടി എൻ പ്രതാപന് പരാതി കൊടുക്കാൻ മാത്രം ഇവൻ ആരാ? ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ആള് സ്ഥാനാർത്ഥിയാണോ? സാധാരണ ഇലക്ഷൻ കമ്മീഷനിൽ പ്രശ്നമുണ്ടായാൽ, അതിൽ കംപ്ലൈന്റ് ഉണ്ടായാൽ പരാതി കൊടുക്കേണ്ടവൻ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി പരാതി കൊടുക്കാതെ ഈ ടി എൻ പ്രതാപൻ എവിടുന്നാ പൊട്ടിമുളച്ചു വന്നത്? ഇനി ടി എൻ പ്രതാപൻ പരാതി കൊടുത്തിരിക്കുന്നത് എവിടെയാ? പോലീസിലാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അപ്പുറത്തുണ്ടല്ലോ. അവരെന്തിനാ വാഴക്ക ഉരുട്ടാനാണ് അവിടെ ഇരിക്കുന്നത്? ആ ഇലക്ഷൻ കമ്മീഷനിൽ കൊണ്ടുപോയിട്ട് പരാതി കൊടുത്ത് അവരെ കൊണ്ട് നോക്കിച്ച് ഇനി സുരേഷ് ഗോപിക്ക് അങ്ങനെ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സുരേഷ് ഗോപി അതിൽ എന്ത് പഴച്ചു? സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കള്ളവോട്ട് ആരെങ്കിലും ചെയ്തെങ്കിൽ ആ കള്ളവോട്ട് ചെയ്തവന്റെ ഉത്തരവാദിത്തമാണ് അത് ഏറ്റെടുക്കുക എന്നുള്ളത്. അല്ലാതെ സുരേഷ് ഗോപിക്ക് നാട് നീളെ നടന്നിട്ട് നിങ്ങൾ എനിക്ക് കള്ളവോട്ട് ചെയ്യരുത് കേട്ടോ, എനിക്ക് നിങ്ങൾ ചെയ്ത് കള്ളവോട്ടേ വേണ്ടെന്ന് എനിക്ക് അങ്ങേർക്ക് പിന്നെ ബാനർ അടിച്ചിട്ട് സംപ്രേഷണം ചെയ്ത് നടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങേർക്ക് നെറ്റിയിലെഴുതി ഒട്ടിക്കാൻ പറ്റുമോ? സുരേഷ് ഗോപിക്ക് കള്ളവോട്ട് ചെയ്തു, ശരി, കള്ളവോട്ട് ചെയ്തു. എന്റെ പൊന്ന് കേമന്മാരെ, ഇക്കണ്ട കാലമായിട്ട് നിങ്ങൾ ഈ രാഷ്ട്രീയ കുപ്പായി വിട്ട് നടക്കുന്ന മേലാളന്മാരുള്ള കഴിഞ്ഞ 10-70 വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ കേരളം ഭരിച്ച് 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 ഗംഭീര ഡെവലപ്പാക്കി വെച്ചിരിക്കുന്ന രണ്ട് ആൾക്കാരുണ്ടല്ലോ. മുരളി സാർ നമസ്കാരം. ഈ രണ്ട് ടീമിനോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളങ്ങ് ഭരിച്ച് 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 കേരളം ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നു? കേരളം ഇപ്പൊ അത് എത്തേണ്ട ഉത്തുംഗ ശൃംഗത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന് അറിയാലോ നാട്ടുകാർക്ക് മൊത്തം. അപ്പൊ നിങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുകാരോട് ചോദിച്ചാൽ മതി. ഈ നാട്ടുകാർ തന്നെ നിങ്ങൾക്ക് മറുപടി തരേണ്ടത്. നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഈ 20 എന്താ പറയാ 20 മനുഷ്യർ നമ്മളെ നാട്ടിൽ ജയിച്ചതില്
ഒരു 19 കഴുതകളും ഒരു കുതിരയും ഉണ്ടല്ലോ. ആ ഒരു കുതിരയിലേക്കാണ് ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത്. അതിന് ആരെ കുറ്റം പറഞ്ഞിട്ടാ കാര്യം? ഏഹ് നമ്മുടെ നാട്ടില് ഈ ജയിച്ച ഈ പറയുന്ന ഇത്രയും പിന്നെ എം പിമാരില്, ഇത്രയും ജയിച്ച എം പിമാരില് 20 എണ്ണത്തില് ഒരു കുതിരയും ബാക്കി 19 കഴുതകളുമാണ്. ഈ 19 കഴുതകളിലല്ലല്ലോ ആൾക്കാർക്ക് ശ്രദ്ധ, ആൾക്കാർക്ക് ഒരു കുതിരയിലല്ലേ ശ്രദ്ധ. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു രാഷ്ട്രീയത്തിന്റെ കുപ്പായം ഇടാൻ മാത്രം ഒരു തൊലിക്കെട്ടി ഒന്നും സുരേഷ് ഗോപിക്ക് ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. സത്യമാണല്ലോ. അതായത് ഇപ്പൊ ഇവരിട്ട് നടക്കുന്ന ഈ കോൺഗ്രസ്സുകാരും ഈ മാർക്സിസ്റ്റുകാരും തയ്ച്ചിട്ട് നടക്കുന്ന ഈ രാഷ്ട്രീയ കുപ്പായം അതിടാൻ മാത്രം തൊലിക്കെട്ടി സുരേഷ് ഗോപിക്ക് ഇല്ലെന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് അവർ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ന്യായവും മര്യാദയും കള്ളവും പൊട്ടത്തരങ്ങളും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ലെന്നുള്ളത് ഓരോ ദിവസവും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി വേണം, അത് അവർ തെളിയിക്കുകയാണ്. കള്ളത്തരം ചെയ്യാൻ നല്ല വശം വേണം, അത് കോൺഗ്രസ്സുകാർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ളത്തരം മാത്രമല്ല, പെണ്ണ് പിടിക്കാനും കള്ളത്തരം ചെയ്യാനും കള്ളക്കടത്ത് നടത്താനും പിന്നെ പൈസ വെട്ടിക്കാനും ജനങ്ങളെ മൂഞ്ചിക്കാനും, ഏറ്റവും വലിയ പോയിന്റ്, ജനങ്ങളെ കണ്ണടച്ച് മൂഞ്ചിക്കാനും കഴിവുള്ളവരെ രാഷ്ട്രീയത്തിൽ വരാവുള്ളൂ എന്ന് ഈ പറയുന്നവന്മാര് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്തു കൊടുത്ത വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ മുൻപാല് നിന്നിട്ട് മുണ്ടുപൊക്കി കാണിക്കുന്ന സ്വഭാവം അറിയുന്ന രാഷ്ട്രീയക്കാരാണ് ഈ കോൺഗ്രസ്സുകാരും ഈ മാർക്സിസ്റ്റുകാരും. അപ്പൊ വോട്ട് ചെയ്തവന്റെ മുന്നിലേക്ക് തന്നെ പൃഷ്ഠം പൊന്തിച്ച് കാണിക്കുന്ന, മുണ്ട് പൊന്തിച്ച് പൃഷ്ഠം കാണിക്കുന്ന കോൺഗ്രസ്സുകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ, ഈ സ്വഭാവം സുരേഷ് ഗോപിക്ക് അറിയാത്തതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? നിങ്ങളെ പോലെ ജയിച്ചു കഴിഞ്ഞാൽ അല്ലെ, ജയിപ്പിച്ചവരുടെ മുമ്പിലേക്ക് പൊതുജനം എന്നും കഴുതകളാണ്. പൊതുജനം എന്നും കഴുതകളാണ്. അപ്പൊ ആ കഴുതകളായിട്ടുള്ള പൊതുജനത്തിന്റെ മുമ്പിലേക്ക് ജയിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് നടന്നു പോകുമ്പോ പോണ വഴിക്ക് അപ്പോഴേക്ക് തന്നെ ചൂടോട് കൂടിയിട്ട് മുണ്ട് പൊന്തിച്ചിട്ട് പ്രശ്നം കാണിക്കാൻ കഴിവുള്ള നിങ്ങളാണ് ശരിയെന്ന് നിങ്ങൾ ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇവിടെ സ്ഥാനാർത്ഥിയാവാൻ തുടങ്ങിയ കാലം തൊട്ട് തുടങ്ങിയതല്ലേ നിങ്ങളുടെ ഏനക്കേട് അല്ലേ? അദ്ദേഹം അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഈ കാര്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ കിടന്നിട്ട് ഒരു മനുഷ്യനിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, ഒരു മനുഷ്യനെ തന്നെ ഉപദ്രവിച്ച്, ഒരു മനുഷ്യനെ തന്നെ പിന്നെ പുറകെ നടന്ന് കുത്തി 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 ആ മനുഷ്യനെ ജയിപ്പിച്ചു. അപ്പൊ നാട്ടുകാരായിരുന്നല്ലോ ശരി, അപ്പൊ തൃശ്ശൂർക്കാരായിരുന്നു ശരി, അവിടെ തെളിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എന്താ പറയാ, എട്ടുകാലിയും മാമൂഞ്ഞും മൂറാമ്പുലിയും തേരട്ടയും പഴുതാരിയും പറയും എല്ലാം കൂടി കിടന്നിട്ട് വീണ്ടും കിടന്നിട്ട് ഈ കശപശ കൂടിയിട്ട് ഈ കാണിക്കുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക. സാധാരണ വോട്ടർമാര് ഈ നാട്ടിലെ, തൃശ്ശൂർ നാട്ടിലെ ജനങ്ങൾ മുഴുവനും കള്ളവോട്ട് ചെയ്തിട്ട് സുരേഷ് ഗോപി ജയിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരും, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഈ പറയുന്ന കോൺഗ്രസ്സുകാരും ഒരേപോലെ അപമാനിക്കുന്നത് തൃശ്ശൂർത്തെ വോട്ടർമാരെയാണ്. തൃശ്ശൂർത്തെ വോട്ടർമാരെയാണ് അപമാനിക്കുന്നത്. ഞാനും ഒരു തൃശ്ശൂർക്കാരിയാണ്. ഇത് 100% പറയാനായിട്ട് കഴിവുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂർത്തെ വോട്ടർമാരെയാണ് നിങ്ങൾ അപമാനിക്കുന്നത്. അല്ലെങ്കിൽ ഈ നാട്ടിൽ മുഴുവൻ വോട്ടവകാശമുള്ള വോട്ടർമാരെ നിങ്ങൾ അപമാനിക്കുകയാണോ കള്ളവോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്? കള്ളവോട്ട് ചെയ്തെങ്കിൽ അതിന്റെ ഉത്തരവാദി സ്ഥാനാർത്ഥിയാണോ? ഇനി ഡബിൾ വോട്ട് ചെയ്യാനുള്ള കഴിവ് പലർക്കും ഉണ്ടാവാറുണ്ട്. കാരണം സർക്കാർ ജോലിക്കാരുണ്ട്, വിദേശത്ത് പോയവരുണ്ട്, എനിക്ക് ഇവിടെയും വോട്ടുണ്ട്, എനിക്ക് അവിടെയും വോട്ടുണ്ട്. പക്ഷെ എന്റെ മനസാക്ഷിക്ക് ഞാൻ ഇവിടെ വോട്ട് ചെയ്താൽ ഞാൻ അവിടെ വോട്ട് ചെയ്യാൻ വരാറില്ല. ആ സമയത്താണെങ്കിൽ ഇവിടെ വോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്രാവശ്യം ഞാൻ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് എന്റെ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ട് ഞാൻ നാട്ടിലേക്ക് വന്ന് പ്രവർത്തിച്ച ഒരു പ്രവാസിയാണ് ഞാൻ. ഒരു തൃശ്ശൂർക്കാരി പ്രവാസിയാണ് ഞാൻ. 83,000 രൂപ വോട്ടിന്റെ ഇത് ഈ പറയുന്ന വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ട് വന്നിട്ട് നമ്മള് ആത്മാർത്ഥമായിട്ട് അത്രയും ദിവസം, എന്റെ ലീവ് കിട്ടുന്ന ദിവസം ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു തൃശ്ശൂർക്കാരി വോട്ടറാണ് ഞാന്. ഞാൻ പറയുന്നു, ആത്മാർത്ഥമായിട്ട് നമ്മൾ അങ്ങേരോട് ശ്രമിച്ചത് കൊണ്ടാണ്. അതായത് സുരേഷ് ഗോപിയോടുള്ള ആരാധന കൊണ്ട്, സുരേഷ് ഗോപിയോടുള്ള ബഹുമാനം കൊണ്ട്, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിത്വം കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ തീരുമാനം എടുത്തത്. എനിക്ക് സുരേഷ് ഗോപി അല്ലല്ലോ ടിക്കറ്റ് പൈസ അയച്ചു തന്നത്, അല്ലെങ്കിൽ BJP-ക്കാരല്ലല്ലോ ടിക്കറ്റ് പൈസ അയച്ചു തന്നത്, ആണോ? അപ്പൊ ആ ആത്മാർത്ഥത ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ആത്മാർത്ഥത അദ്ദേഹത്തിനോടുള്ള ബഹുമാനമാണ്. ഞാൻ കാണിച്ച ഈ ആത്മാർത്ഥതയും ബഹുമാനവും എന്നെ പോലെ ആയിരക്കണക്കിന് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിന്താഗതിയെ, ആ സത്യസന്ധതയെ, ആ സ്നേഹത്തെയാണ് ഈ പറയുന്ന ഓഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടിയിട്ട് കരിവാരി തേക്കുന്നത്. ആണല്ലോ. ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഓരോ മനുഷ്യന്റെയും നിഷ്കളങ്കതയെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്കെന്താ ഞങ്ങൾ തൃശ്ശൂർക്കാരെ വോട്ടർമാരെ ഇനി വേണ്ടേ?
ഞങ്ങളിൽ ഈ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ എവിടെയോ ഒന്നോ രണ്ടോ പേർക്ക് ഇരട്ട വോട്ടത്തും ഉണ്ടായിരുന്നു. ശരി, ഇരട്ട വോട്ടത്തും എന്ന് പറഞ്ഞാൽ ഒരാൾ ജോലി ചെയ്യാനായിട്ട് ആലപ്പുഴയ്ക്കോ തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ സ്ഥലം മാറി പോയി കഴിഞ്ഞാൽ അവൻ ആ സ്ഥലത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് ഇവിടെ നിൽക്കുന്ന തൃശ്ശൂർ നിൽക്കുന്ന ആൾക്ക് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അവിടെ അയാൾക്ക് ഇലക്ഷൻ വോട്ടവകാശം ഉണ്ടാക്കാന്നുള്ളതാണ് അതിന്റെ വേറൊരു സൊല്യൂഷൻ. അപ്പൊ ആ ഒരു വ്യക്തി ഒരു ദിവസം തന്നെ ഇവിടുന്ന് തൃശ്ശൂർ വോട്ട് ചെയ്തിട്ട് പിന്നെ മെനക്കെട്ട് ജോലി ചെയ്ത് പിന്നെ യാത്ര ചെയ്ത് പോയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് വോട്ട് ചെയ്യുന്നതാണോ? ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തെങ്കിൽ ആ ചെയ്തവരെ പിന്നെ നിയമത്തിന്റെ വഴിക്ക് ശിക്ഷിക്കട്ടെ. അതിന് നിങ്ങൾ എന്തിനാ കിടന്നിട്ട് തുണി പറിച്ചിട്ട് ആടുന്നത്? ഈ കോൺഗ്രസ്സുകാരും ഈ മാർക്സിസ്റ്റുകാരും കൂടി കിടന്നിട്ട് തുണി പറിച്ചിട്ട് ആടുന്നത് എന്തിന്റെ കാര്യത്തിലാ? ഇവിടെ നിയമങ്ങളുണ്ടല്ലോ, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ, അവര് പരിശോധിക്കട്ടെ, തെളിയിക്കട്ടെ. ഇനി സുരേഷ് ഗോപി 3/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് തൃശ്ശൂർ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കള്ള വോട്ടുകൾ വന്നു, അത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തെങ്കിൽ ഒരു മാക്സിമം 1000 വോട്ട് കള്ളവോട്ട് ചെയ്തു. 3/4 ലക്ഷം വോട്ടില് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ജയിച്ചിട്ട് 3/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് അതിൽ 1000 വോട്ട് കള്ളവോട്ട് അങ്ങ് ചെയ്തെങ്കിൽ ആരുടെ പിടിപ്പുകേടാ? ആരാ ഭരിക്കുന്നത് കേരളം? ആരാ ഭരിക്കുന്നേ? കൊമ്പും തുമ്പിക്കൈയുമുള്ള മാർക്സിസ്റ്റുകാരാണല്ലോ. എന്തുകൊണ്ട് മാർക്സിസ്റ്റുകാരെ നിങ്ങൾ ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നു? അതായത് കട്ടവനും കക്കാൻ പ്രേരിപ്പിച്ചവനും ഒരുപോലെ തെറ്റുകാരല്ലേ? അപ്പൊ ഒരു തരത്തിലുള്ള അധികാരങ്ങളും ഇല്ലാത്ത BJPക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നത്തിങ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ആ സംഗതിയെ അനുവദിച്ചു കൊടുത്തതും കൂട്ടുനിന്നതും ആരാണ്? ഭരണപക്ഷത്തിലുള്ള സർക്കാരായിരിക്കും. ആ സർക്കാർ ഇതിന് സമാധാനം പറയട്ടെ. കള്ള വോട്ട് ചെയ്യാനായിട്ട് എങ്ങനെ ഇവർക്ക് അവസരം കിട്ടി? അതിന് ആരവസരം ചെയ്തു കൊടുത്തു? ഭരിക്കുന്ന പിണറായി വിജയനാണോ? ആണെങ്കിൽ അങ്ങേര് കൂടിയിട്ട് അതിന് സമാധാനം പറയട്ടെ. ഇതെന്ത് രാഷ്ട്രീയ നാടകങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഓരോ ദിവസവും ഛർദിക്കാൻ വരുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ കാണിച്ചിട്ട് നാണമാവുന്നില്ലേ രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക്? ഒരു സാധാരണ ഒരു വോട്ടറാണ്, ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ് ചോദിക്കുന്നേ. എനിക്ക് ആൻസർ താ, നിങ്ങൾ ആൻസർ താ. നിങ്ങളുടെ എന്തൊക്കെ രാഷ്ട്രീയ നാടകങ്ങളാ ഞങ്ങൾ ദിവസവും കണ്ട് മടുത്തു. നിങ്ങളുടെ ഈ പേക്കൂത്തുകൾ കണ്ട് മടുത്തു. നിങ്ങളുടെ ഈ ഒരു തരത്തിലുള്ള ഒരു വാക്കുകൾക്കും അർത്ഥമില്ലാത്ത രീതിയിലുള്ള നിങ്ങളുടെ ഈ പേക്കൂത്തുകൾ കണ്ട് നമ്മൾ മടുത്തിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾക്ക് മതിയായി. നിങ്ങളുടെ ഈ രാഷ്ട്രീയ പേക്കൂത്തുകൾ നിർത്ത്. നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും കാണിക്കും. ദയവ് ചെയ്തിട്ട്. കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. ഇതുപോലെ തരം താഴ്ന്നു പോവല്ലേ? കഴിഞ്ഞ 10-70 കൊല്ലം ഈ കേരളം ഭരിച്ച ആൾക്കാരാണല്ലോ നിങ്ങൾ മാറി. ആ രണ്ട് കൂട്ടരും കിടന്നിട്ട് ഇങ്ങനെ ഒരാളുടെ പുറകിൽ പിന്നാലെ നടന്നിട്ട് എന്നെ നുള്ളി പിച്ചി മാന്തി, സുരേഷ് ഗോപി അങ്ങോട്ട് തിരിഞ്ഞു, സുരേഷ് ഗോപി ഇങ്ങോട്ട് തിരിഞ്ഞു, സുരേഷ് ഗോപി മിണ്ടിയില്ല, സുരേഷ് ഗോപി തിരിഞ്ഞില്ല, സുരേഷ് ഗോപി മിണ്ടിയാൽ കുഴപ്പം, അപ്പൊ സുരേഷ് ഗോപി മിണ്ടി. എന്തെല്ലാം ഒരു ആരോപണങ്ങളാണ് നിങ്ങൾ ഒരു മനുഷ്യനെ വിളിച്ച് പറയുന്നത്. അതെന്തുകൊണ്ടാ പറയുന്നതെന്നറിയോ? നിങ്ങളുടെ അത്ര തൊലിക്കെട്ടി അദ്ദേഹത്തിന് ഇല്ലാതെ പോയതാണ് അങ്ങേരുടെ തോൽവി. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു. ഈ പറയുന്ന രാഷ്ട്രീയ കാണ്ടാമൃഗങ്ങളെ, രാഷ്ട്രീയ പേക്കൂത്തുകൾ കെട്ടി നടക്കുന്ന ദിവസവും രാഷ്ട്രീയ പേക്കൂത്തുകൾ കെട്ടി ആടുന്ന നാട്ടുകാരുടെയും വോട്ടർമാരുടെയും മുമ്പിൽ പൃഷ്ഠം പൊക്കി കാണിക്കുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ നിങ്ങളാണ് നെറികെട്ട് നാണം കെട്ട് തറകളായി പോകുന്നത്. ഒരു മുഴം കയറുണ്ടെങ്കിൽ പോയി തൂങ്ങി ചാവ്, നാട് രക്ഷപ്പെടട്ടെ. മടുത്തിട്ടാ പറയുന്നത്. ഒരു തൃശ്ശൂർത്തെ വോട്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. എന്റെ വാക്കുകൾ അതിര് കിടക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് അങ്ങേയറ്റം ലജ്ജാവഹമാണ്, നെറികേടാണ്. നിങ്ങൾക്കും ഇല്ലേ കുടുംബം, പിന്നെ വീടും മനുഷ്യരൊക്കെ ഇല്ലേ? ഒരു മനുഷ്യനെയാണോ നിങ്ങൾ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നത്? എന്തിനു വേണ്ടി? അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ട് നിങ്ങളെ പോലെ തൊലിക്കെട്ടിയില്ലാതെ പോയതോ? ഈ രാഷ്ട്രീയക്കാരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്റെ മനസാക്ഷി കൊണ്ട് ഞാൻ ഒരിക്കലും പറയുന്നതല്ല. പക്ഷേ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് കാലില് മുട്ടുവേദന എടുത്ത് കിടന്നപ്പോഴാണ് സരിതയെ പീഡിപ്പിച്ചെന്ന് സരിത പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞ നാടാണ്. KC വേണുഗോപാല് ഈ സരിത കേസിൽ പിന്നെ പെട്ട എല്ലാ മനുഷ്യരുകളും ആരെങ്കിലും തലയിൽ കൊണ്ടിട്ട് നടക്കുന്നുണ്ടോ? എത്ര പേര് ഈ പറയുന്ന സരിതയെ പീഡിപ്പിച്ച അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ്സുകാര് മുഴുവനും ഊഞ്ഞാലാടിയതാണ് സരിതയുടെ മേല്. സരിതയുടെ ദേഹത്ത് ഊഞ്ഞാല് കെട്ടി ആടിയതാണ് കോൺഗ്രസ്സുകാര് മൊത്തം. അത് കഴിഞ്ഞിട്ട് ആ വേസ്റ്റിനെ എടുത്തു വെച്ചിട്ട് അധികാരം കൈക്കൊണ്ട ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാര്. ഒരു പെണ്ണിന്റെ പുറകെ നടന്ന, ആ പെണ്ണിന്റെ കൂടെ കിടന്ന, ആ പെണ്ണിന്റെ സർവ്വ മൃഷ്ടാന ഭോജനം മുഴുവൻ തിന്ന് നക്കി അങ്ങനെ നടന്ന കോൺഗ്രസ്സുകാരെ ആ പെണ്ണിനെ വെച്ചിട്ട് വീണ്ടും ജയിച്ചവരാണ് ആര്? ഈ മാർക്സിസ്റ്റുകാര്.
ഈ രണ്ട് കൂട്ടക്കാരും കൂടി കിടന്നിട്ട് ഒരാൾ തോറ്റതും ഒരാൾ ജയിച്ചതും ഒരൊറ്റ പെണ്ണിന്റെ സാരിത്തുമ്പിലാണ്, അവളുടെ പാവാടക്കെട്ടിലാണെന്ന് ആലോചിക്കണം. ഏ ഈ പറയുന്ന ഗംഭീര ഈ എന്താ പറയാ പീഡക വസ്തു, പീഡക മെഷീൻ, ആ പീഡക മെഷീന്റെ സാരിത്തുമ്പത്തും പാവാടത്തുമ്പത്തും തൂങ്ങി കിടന്നിട്ടാണ് ഈ കോൺഗ്രസ്സുകാരും ഈ പറയുന്ന ആൾക്കാരും നടന്നിരുന്നത്. ആ കാലങ്ങളൊക്കെ അവരങ്ങ് മറക്കുകയാണ്. എന്നിട്ട് സുരേഷ് ഗോപിക്ക് കള്ളവോട്ട് ചെയ്തെങ്കിലേ നിങ്ങളുടെ എക്സ്പീരിയൻസാ നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാത്തിലും കള്ളം കാണുന്നത് നിങ്ങൾ സ്വയം കള്ളന്മാരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നോക്കിയത് മുഴുവനും നിങ്ങൾക്ക് മഞ്ഞപ്പിത്തമാണ്. നിങ്ങൾക്ക് കള്ളത്തരം കൊണ്ടുള്ള മഞ്ഞപ്പിത്തം പിടിച്ചിട്ടേ, അല്ലെങ്കിൽ അധികാരത്തിന്റെ മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് നിങ്ങൾക്ക് കണ്ണ് കാണാണ്ടായി. അപ്പൊ നിങ്ങൾക്ക് കാണുന്നത് മുഴുവനും മഞ്ഞയാണെന്ന് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ തെറ്റാണോ? അല്ല. ഇനി സരിതയുടെ മേൽ ഊഞ്ഞാലാടാൻ പോയതിന്റെ ലിസ്റ്റില് സുരേഷ് ഗോപിയുടെ പേരുണ്ടോടോ? ഉണ്ടോ? ഇപ്പൊ ഇത്രയും കാലം പിണറായി വിജയന്റെ പേരിൽ ഇതേവരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും സുരേഷ് ഗോപിയുടെ പേരുണ്ടോ? മാർക്സിസ്റ്റുകാർ ഉത്തരം പറ. ഉളുപ്പുണ്ടോ രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക്? മൊത്തത്തിൽ എല്ലാവരോടും കൂടിയിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയ ദിവസവും ഈ രാഷ്ട്രീയ നാടകങ്ങൾ കെട്ടി ആടാനായിട്ട് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങളുടെ രണ്ടു കാലിലും മന്ദല്ലേ? നിങ്ങളുടെ രണ്ടു കാലിലും മന്ദാണല്ലോ കാണ്ടാമൃഗങ്ങളെ. ഈ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി വെച്ചിട്ട് ഇക്കണ്ട കാലം കട്ട് മുടിച്ച് കണ്ണിക്കണ്ട പെണ്ണുങ്ങളുടെ സാരിത്തുമ്പിലും പാവാടത്തുമ്പിലും കിടന്ന് ഊഞ്ഞാലാടിയിട്ട് നടക്കുന്ന ടീമുകളാണ് സുരേഷ് ഗോപിയെ കൈ ചൂണ്ടാൻ വരുന്നത്. നിങ്ങളുടെ ഒരു വിരൽ അദ്ദേഹത്തിന് നേരെ ചൂണ്ടുമെന്ന് ബാക്കി 4 വിരൽ നിങ്ങളുടെ നേരെ തിരിയണമെന്ന് നിങ്ങൾ മനസ്സിലാക്ക്, അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തരും. അത്രയും തരം താഴ്ന്നവരാണ് നിങ്ങൾ. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഏധ്യാനികളാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളത് ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും ഏധ്യാനികളാണ് നിങ്ങൾ. അത്രയ്ക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ നാട്ടിൽ കണ്ടതുകൊണ്ടാണ് ഈ പറയുന്നത്. ഒരു മനുഷ്യനാണ്, ബാക്കി 19 കഴുതകളുണ്ട്. ഈ 19 കഴുതകളും അവരുടെ കൂട്ടാളികളും കൂടി ചേർന്നിട്ട് ഒരു മനുഷ്യനെ കരിവാരിത്തേക്കുക. ഒരേ ഒരാള്. എന്തിന്? അതിന് മാത്രം ശക്തിമാനാണ് അയാളെന്നല്ലേ അപ്പൊ അതിന്റെ അർത്ഥം? അയാൾ അതിന് മാത്രം കഴിവുള്ളവനാണെന്നല്ലേ അതിന്റെ അർത്ഥം? ഇത്രയും കാലം നിങ്ങൾ എല്ലാവരും കൂടെ തലകുത്തി മറിഞ്ഞാലും ഞങ്ങൾ തൃശ്ശൂർക്കാര് പൊട്ടന്മാരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ആണോ? നിങ്ങൾക്ക് ഒരേ സമയത്ത് എല്ലാ വോട്ടർമാരെയും പൊട്ടന്മാരാക്കാൻ പറ്റും എന്നാണോ? എത്ര കാലമായി നിങ്ങൾ പൊട്ടന്മാരാക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി? അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കിടക്കുന്ന സർവമാന മാധ്യമങ്ങളും മെയിൻ മാമ മാധ്യമങ്ങള് വേശ്യാനെറ്റ് എന്ന് തന്നെ പൂർണ്ണമായിട്ട് വിളിക്കണം. കറക്റ്റ് ചേരുന്ന പേരാണ് വേശ്യാനെറ്റ്. വേശ്യാനെറ്റിന്റെ ചാരിത്ര പ്രസംഗമാണ് ഇപ്പൊ സഹിക്കാൻ പറ്റാത്തത്. ഒരു പുഴുത്ത വേശ്യാനെറ്റ്, പിന്നെ ഒരു മഞ്ഞരമ. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ചന്തി തുടയ്ക്കാൻ പോലും കൊള്ളൂല ഇപ്പൊ ഈ മഞ്ഞരമ. ഒരു മലയാള മനോരമ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മലരുഭൂമിയുടെ ഒട്ടുമുക്കാൽ ഷെയറുകളും സുഡാപ്പികളുടെ കയ്യിലാണ്, ജിഹാദികളുടെ കയ്യിലാണ്. ആ മലരുഭൂമി എന്ന് തന്നെ ഞാൻ വിളിക്കും. തെറി പറയാൻ എനിക്ക് ഇവിടെ പറ്റാത്തത് കൊണ്ടാ. നിങ്ങൾ ബാക്കി അക്ഷരം നിങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി. അങ്ങനെ മഞ്ഞരമ, മലരുഭൂമി, വേശ്യാനെറ്റ്, പിന്നെ ഒരു 24 ഉണ്ട്, ഒരു ന്യൂസ് 24 പുതിയതായിട്ട് പൊട്ടിമുളച്ചതാ. ഇവർക്കൊക്കെയാണ് ഇരിക്കപ്പാടില്ലാത്തത്, സഹനം പറ്റാത്തത്. ഒരു തരത്തിലും സഹനമില്ല, ദണ്ണദ്യാരം. ഇതെവിടെ കൊണ്ട് ഒതുക്കാനാ? അവര് കഴുതയുടെ കാമം കരഞ്ഞു തീർക്കുന്ന പോലെ ഈ 4 മെയിൻ മാധ്യമങ്ങളും കൂടിയിട്ട് ഇങ്ങനെ കഴുതക്കാമം കരഞ്ഞു തീർക്കണം ഓരോ ദിവസവും. അവിടെ കിടന്നിട്ട് ഇങ്ങനെ കരയേ പറ്റുള്ളൂ. ഇതൊക്കെ കാലം തന്ന മറുപടികളാണ്. നിങ്ങളുടെയൊക്കെ പേക്കൂത്തുകളും നിങ്ങളുടെയൊക്കെ തോന്നിവാസങ്ങളും നിങ്ങളുടെയൊക്കെ ചീറ്റിങ്ങും ലോകത്ത് നടന്ന് സഹിക്കാൻ പറ്റാണ്ടായപ്പോ കാലം കാത്തുവച്ചതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ജയിച്ചത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ തോന്നിവാസങ്ങൾ കണ്ട് സഹിക്കാൻ പറ്റാണ്ടേ കണ്ണടകൾ വേണമെന്ന് പറയില്ലേ? പന്നത്തരങ്ങൾ കണ്ടുമെടുത്തു കണ്ണടകൾ വേണമെന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ല. അതിന് മാത്രം നിങ്ങൾ ഒരു മനുഷ്യനെ പോയിന്റ് ചെയ്തിട്ട് പറയുക, അയാൾ ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? കള്ളത്തരങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക, തെളിയിക്ക്. അല്ലെങ്കിൽ അധികാരപരിധി ഇരിക്കുന്ന പിണറായി വിജയനോട് പോയി പറ. അതിന് നിങ്ങൾ ഇവിടെ കിടന്ന പേക്കൂത്ത് കാണിച്ചിട്ട് എന്ത് കാര്യം? റോട്ടി കിടന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ. ഇത് നാട്ടുകാരെ പറ്റിക്കുന്ന പേക്കൂത്തുകളല്ലേ? വോട്ടർമാരെ അപമാനിക്കുന്ന പേക്കൂത്തുകളല്ലേ? നിങ്ങൾ ആദ്യം സരിതയുടെ കേസ് തെളിയിച്ചു കൊണ്ടുപോവാ. ഒരു സർക്കാർ മൊത്തം വീണതാണല്ലോ സരിതയുടെ പിന്നെ സൂര്യതാപത്തില്. സരിതയുടെ സൂര്യതാപത്തിൽ ഇരിഞ്ഞടങ്ങി വീണ സർക്കാരാണ് ഇപ്പൊ വന്നിട്ട് പറയുന്നത് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ അയ്യോ സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്തു, അങ്ങനെയാ ജയിച്ചത്. കഴിഞ്ഞ കാലങ്ങളൊക്കെ നാട്ടുകാർ മറന്നെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഇല്ലല്ലോ.
ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരെണ്ണേ ഞാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ആ സരിതയെ കൂട്ടിപ്പിടിച്ചിട്ട് ജയിച്ചതാണ് ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ. ഉളുപ്പുണ്ടോടോ? ഉളുപ്പ് ലേശം. ഈ തുന്നിയിട്ട് നടക്കുന്ന ഈ ഖദർ, വടി വിഴുങ്ങാതെ ഇങ്ങനെ തുന്നിയിട്ട് നടക്കുന്ന ഈ ഖദർ കുപ്പായത്തിന് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോടോ? ചളുപ്പുണ്ടോടോ? ഇതുപോലെ തരം താഴുവോ രാഷ്ട്രീയക്കാര്? കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിലും രണ്ട് സ്ഥലത്ത് വോട്ടില്ലെങ്കിലും അത് തെളിയിക്കേണ്ടതും അത് കറക്റ്റ് ചെയ്യേണ്ടതും ആ വോട്ട് ബൂത്തിലിരിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ അതിനോട് അനുബന്ധപ്പെട്ട ആൾക്കാരാണ് അത് ചെയ്യേണ്ടത്. അതിന് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു, പരാതി കൊടുക്കുന്നു. അതും ടി.എൻ. പ്രതാപൻ. ഇയാൾ ആര്? ഈ ഓഞ്ഞ പിന്നെ അസുരവിത്ത്. ഭൂമിക്ക് ഭാരമാണ് ഈ ടി.എൻ. പ്രതാപൻ എന്ന് പറയുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഭൂമിക്ക് ഭാരമാണ്. ഈ സമയം നടക്കുന്ന സ്ഥാനാർത്ഥി സുനിൽ ഉണ്ടായിരുന്നില്ലേ? സുനിലിന് എന്തായിരുന്നു പരിപാടി? സുനിൽ അന്വേഷിക്കായിരുന്നില്ലേ? സുനിലാണല്ലോ സ്ഥാനാർത്ഥിയായിരുന്നത് ആ സമയത്ത്. പിന്നെ നമ്മുടെ ചുരുളീധരനും. അപ്പൊ ഈ ചുരുളീധരനും ഈ പറയുന്ന സുനിലിനൊക്കെ എന്തായിരുന്നു പണി? അന്വേഷിക്കായിരുന്നല്ലോ, അന്വേഷണം പുറപ്പെടുവിക്കായിരുന്നല്ലോ, ഇലക്ഷൻ നിർത്തിവെക്കായിരുന്നല്ലോ. ഇപ്പോഴാണോ ഈ നാടകങ്ങളൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട്, നാണം കെടുത്താനായിട്ട്? എന്നിട്ട് ഡെയിലി സുരേഷ് ഗോപി ജയിച്ച അന്ന് മുതൽ ഇന്ന് വരെ തൃശ്ശൂർത്തെ വോട്ടർമാർക്കില്ലാത്ത അപമാനങ്ങളില്ല, തൃശ്ശൂർത്തെ വോട്ടർമാരെ പറയാത്ത തെണ്ടിത്തരങ്ങളില്ല. തൃശ്ശൂർക്കാർ ഇതിന് മാത്രം ഇത്രയ്ക്കും പ്രശ്നമാവാൻ ഞങ്ങൾ എന്ത് തെറ്റടേ ചെയ്തത്? നിങ്ങൾക്കൊക്കെ ഈ കണ്ടകാലം നിങ്ങളെ സഹിച്ചതോ? കോൺഗ്രസ്സുകാർക്ക് ഒരു പണിയില്ലാന്നുണ്ടെങ്കിലേ അന്ന് ആ കേസിൽ പെട്ടിട്ടുള്ള സൂര്യതാപത്തിന്റെ കേസിൽ പെട്ടിട്ടുള്ള ലിസ്റ്റ് ഒക്കെ എടുക്ക്. അല്ലെങ്കിൽ നമ്മളൊരു പണി ചെയ്യാം. ഞങ്ങൾ പൊതുജനങ്ങള് അന്ന് സൂര്യതാപത്തിൽ പെട്ടിട്ടുള്ള സർവമാന നേതാക്കന്മാരുടെ ഫ്ലക്സ് അടിക്കേ, എന്നിട്ട് പിന്നെ റോട്ടിൽ പ്രദർശിപ്പിക്കേ, നാട്ടുകാർ കാണട്ടെ. ചെയ്യട്ടെ അങ്ങനെ. ഈ 90 വയസ്സായ വയോധികനടക്കം, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന 90 വയസ്സായ വയോധികനടക്കം മുട്ടുവേദന എടുത്ത് കിടക്കുമ്പോഴാണ് പീഡിപ്പിച്ചെന്നുള്ള തെളിവ് സഹിതം പറഞ്ഞപ്പോ അണ്ണാക്കിൽ പിരിവെട്ടിപ്പോയോ കോൺഗ്രസ്സുകാരെ? ആണോ? ഇതാണോ ഇപ്പൊ ഈ നാടിന്റെ ആവശ്യം? നാട് മുച്ചൂട് മുടിഞ്ഞ് വെളിച്ചെണ്ണയ്ക്ക് 400-450 രൂപയായിട്ട് ജനം ജീവിക്കാനായിട്ട് ഗതി കെട്ടിട്ട് ഒരു പിന്നെ അവസ്ഥയില്ലാതെ കിടന്ന് പെടാപ്പാട് പെടുമ്പോ, രണ്ടറ്റം കൂടി കൂട്ടിമുട്ടിക്കാനായിട്ട് സാധാരണ പൊതുജനങ്ങളെ പെടാപ്പാട് പെടുമ്പോ നിങ്ങൾക്ക് സുരേഷ് ഗോപി ജയിച്ചു, കള്ളവോട്ട് വന്നു, അതാണോ നാട്ടുകാരുടെ വിഷയം? നാട്ടുകാർക്ക് അതാണോ വേണ്ടത്? എത്രയോ കുട്ടികൾ പഠിക്കാൻ പൈസ ഇല്ലാണ്ട്, ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട്, കയറിക്കിടക്കാൻ പെരയില്ലാണ്ട്, വീടില്ലാണ്ട്, പഠിക്കാനുള്ള ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാണ്ട് എത്രയോ പേര് കഷ്ടപ്പെടുന്നു നമ്മുടെ കേരളത്തില്. ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കടേ അവർക്കൊക്കെ. ഒരു നേരത്തെ ഫീസ് അടയ്ക്കാനുള്ള പൈസ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്ക്, അതിനുള്ള വഴി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്ക്. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനമാവണം. ആ പൊതുപ്രവർത്തനം ചെയ്തിട്ട് ഈ വക കാര്യങ്ങൾക്ക് പോയാലേ കാര്യമുള്ളൂ, അപ്പോഴേ ജനം ബഹുമാനിക്കുള്ളൂ. സുരേഷ് ഗോപി ചെയ്യുന്നതാ. അയാൾ പൊതുപ്രവർത്തനം ചെയ്യുക, ജനങ്ങളെ സേവിക്കുക. അതുകൊണ്ടാ ജനങ്ങൾ അയാളെ ബഹുമാനിക്കുന്നത്, അയാളുടെ വാക്ക് കേൾക്കുന്നത്, അയാൾക്ക് വോട്ട് ചെയ്യുന്നത്. നിങ്ങളെ പോലെ കണ്ണി കണ്ടവരുടെ ചെറ്റ പൊക്കാൻ പോയിട്ടും കണ്ണി കണ്ടവരെ പീഡിപ്പിക്കാൻ പോയിട്ടും കണ്ണി കണ്ടവരെ ചീറ്റ് ചെയ്യാൻ പോയിട്ടും അല്ല സുരേഷ് ഗോപി ജീവിക്കുന്നത്. അദ്ദേഹം ന്യായത്തിന്റെ വഴിക്കാണ്, മര്യാദ വിട്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിക്കുന്നത്. തൃശ്ശൂർക്കാർ വോട്ട് ചെയ്തത് സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തിനാണ്. സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിച്ചു തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാർ സത്യത്തിനൊപ്പം നിന്നു, മാന്യമായ ബഹുമാനിക്കാവുന്ന ഒരു വ്യക്തിത്വത്തെ തെരഞ്ഞെടുത്തു. തൃശ്ശൂർക്കാർക്ക് തലയ്ക്കകത്ത് മൂളയുണ്ട്, ബോധമുണ്ട്. അതുകൊണ്ട് ബാക്കി 19 കഴുതകളെ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, ആ ജില്ലക്കാരോട് പോയി പറ, അവിടെ ഫ്ലക്സ് വെക്കേ നിങ്ങളുടെ തോന്നിവാസങ്ങള്. അല്ലെങ്കിൽ ഞങ്ങൾ ഓരോന്നോരോന്ന് നാട്ടുകാരടിച്ചു വെക്കാം, അന്നേരം ചൊറിയാൻ വരരുത്. നിനക്കൊക്കെ നല്ലോണം ചൊറിയും നീ ചെയ്തതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം. പക്ഷേ രാഷ്ട്രീയക്കാരെ നിങ്ങളോടാ പറയുന്നത്, നാട്ടുകാർ ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുമല്ല, യാതൊന്നുമല്ല നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ. നിങ്ങളുടെ തോന്നിവാസങ്ങൾ മുഴുവനും കാരണ സഹിതം ഫ്ലക്സ് അടിച്ചു വെക്കും ഞങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് ഉരുകണ്ടി വരും. ഒരു കൈ നോക്കാം നമുക്ക് വേണമെങ്കിൽ. മാന്യന്മാരാണെങ്കിൽ ഇക്കണ്ട കാലം 100% സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച രാഷ്ട്രീയക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. എക്സ്പീരിയൻസ് നിങ്ങൾക്കായിരുന്നല്ലോ. കാരണം BJP ഇതുവരെ ഭരിച്ചിട്ടില്ല, ആകെ കൂടിയിട്ട് ഈ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതിന് തന്നെ നിൽക്കാനും ഇരിക്കാനും സമ്മതിക്കുന്നില്ല, നിലം തൊടിക്കുന്നില്ല. ഒരാള് നമ്മുടെ നാട്ടില് വോട്ടവകാശത്തില് ജയിച്ചിട്ട് എല്ലാ സ്വാതന്ത്ര്യങ്ങളുള്ള നമ്മുടെ നാട്ടില് ആ മനുഷ്യനെ നിലം തൊടിക്കുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ കുറ്റം, ഇറങ്ങിയില്ലെങ്കിൽ കുറ്റം, മിണ്ടിയാൽ കുറ്റം, മിണ്ടിയില്ലെങ്കിലും കുറ്റം.
അങ്ങോട്ട് നോക്കിയാൽ കുറ്റം, ഇങ്ങോട്ട് നോക്കിയാൽ കുറ്റം. മാമാ മാധ്യമങ്ങൾ അത് അതിന്റെ മൂർധന്യാവസ്ഥയോട് കൂടിയിട്ട് അത് പിന്നെ ആക്രോശിക്കാണ് കിടന്നിട്ട് ഇങ്ങനെ. സുരേഷ് ഗോപി മിണ്ടിയില്ല. ഇപ്പോഴത്തെ കേരള നാടിന്റെ ഏറ്റവും വലിയ വിഷയം സുരേഷ് ഗോപി മിണ്ടിയില്ല. നാളെ സുരേഷ് ഗോപി മിണ്ടി, സുരേഷ് ഗോപി മിണ്ടി, അതായിരിക്കും നാളത്തെ വിഷയം. ഈ മെയിൻ മാധ്യമങ്ങള് ആരുടെയൊക്കെയോ ചരടിന്റെ തുമ്പത്ത് കെട്ടിയാടുന്ന പാവകളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് ചെലക്കാനായിട്ട് നാണോ ഉളുപ്പുണ്ടോ? നിങ്ങൾ എങ്ങനെ കിടന്ന് ചലച്ചാലും ഇനി രക്ഷയില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു 13ാമത്തെ അവതാരം ഇവിടെ നിലനിൽക്കുമ്പോ മാധ്യമങ്ങളെ നിങ്ങൾ എങ്ങനെ കിടന്നിട്ട് തുള്ളിയിട്ടും കാര്യമില്ല. പൊളിച്ചടുക്കും സോഷ്യൽ മീഡിയ, നിങ്ങളെയൊക്കെ പൊളിച്ചടുക്കും. തൊലി പൊളിച്ച് നിങ്ങളെ വറുത്ത് പിന്നെ എടുത്ത് വെളിച്ചെണ്ണയിലിട്ട് വറക്കും നിങ്ങളെ. അതിന് മാത്രം നിങ്ങൾ തരം താഴുന്നുണ്ട്. വളരെ വളരെ മോശമാണ്. ഇത് മാധ്യമ പ്രവർത്തനാണോ ഇത്? ഇതിലും ഭേദം ഈ വേശ്യാനെറ്റും മഞ്ഞരമയും മലയാള മനോരമയും 24 ഒക്കെ കൂടിയിട്ടേ മുണ്ട് വിരിച്ചിട്ട് വഴിയിലിരുന്ന് തെണ്ടടോ. അങ്ങനെ കിട്ടുന്ന കാശിന് അതിനേക്കാളും പിന്നെ അന്തസ്സുണ്ട്. ഒരു മുണ്ട് വിരിച്ചിരുന്നിട്ടേ ആരെങ്കിലും പോകുമ്പോ അമ്മാ വലതും തരണേന്ന് പറഞ്ഞ് തെണ്ട്, എന്നിട്ട് തെണ്ടി ജീവിക്ക്. ഇതുപോലെ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ട് മാധ്യമ വേശ്യകളാവുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇതുപോലെ തെണ്ടി ജീവിക്കുന്നതാ. മാധ്യമ വേശ്യകളെന്ന് തന്നെ നിങ്ങൾ ഞാൻ അക്ഷരം തെറ്റാതെ വിളിക്കും. വെറും മാധ്യമ വേശ്യകളാണ് നിങ്ങൾ. സത്യത്തിന് ഒരു തരത്തിലുള്ള പ്രാധാന്യവും കൽപ്പിക്കാത്ത മാധ്യമ വേശ്യകള്. എന്നിട്ട് ആ മാധ്യമ വേശ്യകൾ നേരം വിളിച്ചാകുമ്പോ ഉടുത്തുകെട്ടി അണിഞ്ഞൊരുങ്ങിയിട്ട് വന്നിട്ട് നിന്നിട്ട് പറയും അങ്ങ് വേശ്യയുടെ ചാരിത്ര പ്രസംഗം. തുപ്പാനാ തന്നു നിങ്ങളുടെ മുഖത്തൊക്കെ, തുപ്പാനായിട്ട്. നിങ്ങളുടെ ചാനൽ വന്ന അന്നേരം മാറ്റും നമ്മളിപ്പോ ഒരു ചാനലും കാണാറില്ല. ഈ വേശ്യാനെറ്റ് ആവട്ടെ ഈ മറ്റുള്ളതാവട്ടെ ഒന്നും കാണാറില്ല. കാരണം സോഷ്യൽ മീഡിയ തന്നെ സമാധാനം. അതാണ് നല്ലത്. ഇനിയും തരം താഴ്. മരമുറി ചാനലായാലും മറ്റുള്ളവരായാലും ഇനി തരം താഴ്, താഴോട്ട് പോ. നിങ്ങളുടെ സ്ഥാനം താഴെയാ. ഒരു ജയിച്ചൊരു മനുഷ്യനെ ബഹുമാനിക്കാതെ അയാളെ അങ്ങേയറ്റം കരിവാരി തേച്ച് ഒരു വ്യക്തിയെ ഒരു വ്യക്തിയാണെന്ന് ആലോചിക്കണം, ഒരേ ഒരു വ്യക്തി. അപ്പൊ ആ വ്യക്തിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്, ഞങ്ങൾ പൊതുജനങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ തിണ്ണമെടുക്ക് നിങ്ങൾ ഇനിയും കാണിക്കേ. നിങ്ങൾ തൃശ്ശൂർ ഒരാളെ കൊണ്ട് ജയിപ്പിച്ചല്ലോ നിങ്ങളുടെ തിണ്ണമെടുക്കുകൊണ്ട്. അപ്പൊ ഒന്നുകിൽ പിണറായി വിജയൻ ഇതിന് ടാർഗറ്റ് എടുത്തിട്ടുണ്ടാവും, BJP കേരളത്തിൽ അധികാരം വരാൻ വേണ്ടിയിട്ട്. ഇത് അവിടേക്കുള്ള ഡ്രാമ ആയിരിക്കാം, ഐ തിങ്ക്, മേ ബി. അല്ലാതെ ഇങ്ങനെ ഒരു തമാശ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവ് തൃശ്ശൂർ മാത്രമല്ല കേരളമൊട്ടാകെ BJP അധികാരത്തിൽ വരട്ടെ എന്ന് അദ്ദേഹം ടാർഗറ്റ് എടുത്തിട്ടുണ്ടായിരിക്കാം. അതിന്റെ മുന്നോടിയായിട്ടാണോ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ വന്നാൽ നല്ലത്, ആവട്ടെ. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആരോ ഉള്ളേ? ആരുമില്ല. എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള തൃശ്ശൂർക്കാരുടെ ചിന്ത. തൃശ്ശൂർക്കാരെ അപമാനിച്ച് മതിയായെങ്കിൽ ഇറങ്ങി പോടോ കോൺഗ്രസ്സുകാരെ. കഴിഞ്ഞ 10-70 കൊല്ലം നിങ്ങൾക്ക് തന്നില്ലേ മാറി. അപ്പോ ഈ അധികാരം കിട്ടാത്തതിന്റെ ദണ്ഡദ്വാരം അതാണ് ഇപ്പൊ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഈ ദഹിക്കായ സുരേഷ് ഗോപി. അതായത് കോൺഗ്രസ്സുകാർക്ക് മാർക്സിസ്റ്റ് ജയിച്ചാൽ ഒരു പ്രശ്നമില്ല, മാർക്സിസ്റ്റുകാർക്ക് കോൺഗ്രസ് ജയിച്ചാലും ഒരു പ്രശ്നമില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താ പറയാ, ഇവരുടെ അടിയിലോട്ടുള്ള ഇവരുടെ സംഭവങ്ങൾ ഭയങ്കര യോജിപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അന്തർധാര, കോൺഗ്രസും മാർക്സിസ്റ്റും തമ്മിലുള്ള അന്തർധാര സജീവമാണ്, അതിലൊരു പ്രശ്നമില്ല. പക്ഷെ അതിനിടയ്ക്ക് വേറൊരാൾ വന്നാൽ അയാൾക്ക് ഈ നാട്ടില് അത് പറ്റില്ല, അത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ദഹിക്കുന്നില്ല. ഇത് പച്ചയ്ക്ക് പറയാതെ പറയുന്ന ഒരു ടീംസ് ആണ് ഈ രണ്ടും. അപ്പൊ ജനങ്ങൾ തീരുമാനിക്കും. ഇനി നിങ്ങളുടെ ഈ രാഷ്ട്രീയ ഈ തോന്നിവാസങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ തീരുമാനിക്കും. ഏതാണ്ട് ഇലക്ഷൻ ആവാറായിട്ടുണ്ടല്ലോ, അതിന്റെ മുന്നോടിയാണ് ഈ നടക്കുന്ന നാടകങ്ങളൊക്കെ. അപ്പൊ ഈ നാടകങ്ങൾ കണ്ടുകൊണ്ട് പൊതുജനങ്ങൾ തീരുമാനിക്കട്ടെ. ഈ കഴിഞ്ഞ 10-70 കൊല്ലം വോട്ട് മേടിച്ച് അധികാരം കൊണ്ടിട്ട് അപ്പൊ തന്നെ അവരുടെ പിന്നിലേക്ക് മുണ്ട് പൊന്തിച്ച് പ്രശ്നം കാണിച്ച ആൾക്കാരാണല്ലോ നിങ്ങള്. ഇനി നാട്ടുകാർ തീരുമാനിക്കട്ടെ. നാട്ടുകാർക്ക് ബോധമുണ്ടെങ്കിൽ, വെളിവുണ്ടെങ്കിൽ. ഒരു കാര്യം സത്യമാണ്, തൃശ്ശൂർക്കാർക്ക് നല്ല വെളിവുണ്ട്. അവര് സത്യത്തിന്റെ പുറകെയാണ്. അവര് സത്യം തന്നെയാണ് തെരഞ്ഞെടുത്തത്. അവര് തെരഞ്ഞെടുത്ത സത്യത്തിന് 101% ശരിയായിട്ടുള്ള മഹിമയുണ്ട്. 916 ക്യാരറ്റ് തന്നെയാണ് തൃശ്ശൂർക്കാർ തെരഞ്ഞെടുത്തത്. അതിൽ ഒരു സംശയമില്ല ഞങ്ങൾക്ക് അതിലൊരു സംശയമില്ല. അപ്പൊ ആ കുതിര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ബാക്കി 19 കഴുതകളുണ്ടല്ലോ,
ആ കഴുതകൾ നോക്കിയിട്ട് നല്ലോണം കഴുത കാമം കരഞ്ഞു തീർക്ക്. 19 കഴുതകളെ നിങ്ങൾ നിങ്ങളുടെ കഴുത കാമം കരഞ്ഞ് തീർക്ക്. അങ്ങനെങ്കിലും നിങ്ങൾക്കൊരു സമാധാനം കിട്ടട്ടെ. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.